ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അതായത് റൗത്തർ ദം ബിരിയാണി. ഇത് നമ്മുടെ നോർമൽ ബിരിയാണി പോലെയല്ല. ഇതിന് നമ്മൾ ഇത് വെക്കുന്നതും വിളമ്പുന്നതും എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഈ ബിരിയാണി നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഗ്രേവി കഴിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ ഇലയിൽ കാണാവുന്ന ഈ ഗ്രേവി, ഇത് മട്ടൻ്റെ ഒരു ഗ്രേവിയാണ്. ഇതിൻ്റെ പേര് കായ്ച്ചാർ എന്നാണ്. ഈ ഒരു കറി കൂടെ ചേർത്തിട്ടാണ് ഇത് കഴിക്കാറ്. നമ്മൾ പാലക്കാട്, കോയമ്പത്തൂർ ഭാഗത്ത് കല്യാണങ്ങളിൽ ഇങ്ങനെയാണ് ഇത് വിളമ്പാറ്. കോഴിമുട്ട ഓപ്ഷണലാണ്. ബാക്കിയുള്ള ഐറ്റംസും ഒരു സ്വീറ്റും കൂടി ചേർന്നിട്ടാണ് ഇത് സാധാരണ രീതിയിൽ വിളമ്പാറ്. ഓക്കെ, അപ്പോൾ ഈ കായ്ച്ചാറിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പം നമുക്ക് ബിരിയാണിയുടെ റെസിപ്പി കാണാം. ഈ ബിരിയാണി മട്ടനിലാണ് ഒത്തൻറ്റിക്കായിട്ട് ഉണ്ടാക്കാറ്, ബട്ട് ഇപ്പോൾ ചിക്കനിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. എനിക്കറിയാം ഇത് കാണുന്ന കുറേ പേര് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഇത് നിങ്ങൾ വൺ ടൈമെങ്കിലും ടേസ്റ്റ് ചെയ്യണം. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്കിത് റെസിപ്പിയിലോട്ട് പോവാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മട്ടൻ വേവിക്കലാണ്. ഞാനിവിടെ 1 കിലോ ബിരിയാണിയാണ്, 1 കിലോ റൈസിൻ്റെ ബിരിയാണിയാണ് കാണിക്കാൻ പോകുന്നത്. 1 കിലോ റൈസിൻ്റെ ബിരിയാണിക്ക് നമ്മൾ 1 കിലോ മട്ടൻ തന്നെ യൂസ് ചെയ്യണം. സെയിം അളവായിരിക്കണം, എന്നാൽ മാത്രമേ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചത്. ഈ മട്ടൻ പ്രഷർ കുക്കറിൽ വേവിച്ചിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം കളയരുത്. ഓക്കെ, വേവിക്കുമ്പോൾ നമ്മൾ ഞാനിവിടെ ഇടാൻ പോകുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. കാരണം ഇതിൻ്റെ ഈ ഫ്ലേവർ, ഈ മട്ടൻ്റെ ഫ്ലേവർ എല്ലാം ഈ വെള്ളത്തിലാണ്, നമ്മൾ ഈ വേവിച്ച് കഴിഞ്ഞ വെള്ളത്തിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ മട്ടണിന് വേവിക്കുമ്പോൾ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് തീരെ എരിവ് പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഉപ്പും ഗരം മസാലയും മുളക് പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, നിങ്ങൾക്ക് വെള്ളം അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല, ബിക്കോസ് നമ്മളത് വെള്ളം ബിരിയാണിക്ക് ഇടുമ്പോഴാണ് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ അളക്കാൻ പോകുന്നത്. അപ്പോൾ മട്ടൻ വെന്ത് കിട്ടാനുള്ള പാകത്തിലുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കറിൽ നല്ലോണം വേവിച്ചെടുക്കണം. ഇതിൻ്റെ വേവ് അറിയാമല്ലോ, മാക്സിമം ഒരു 5 to 6. ഒരുപാട് വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ മട്ടൻ തീരെ നമുക്ക് ക്വാണ്ടിറ്റി കാണില്ല. അപ്പോൾ ഒരു 4 to 5 വിസിൽസ് എനിക്ക് ഈ മട്ടന് മതി. നിങ്ങളുടെ മട്ടൻ്റെ വേവ് അനുസരിച്ച് നിങ്ങളിത് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് വേവിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് മട്ടൻ്റെ വേവ് നിങ്ങൾ മട്ടൻ്റെ ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട്, എല്ലുള്ള പീസ് എടുത്ത് കഴിഞ്ഞാൽ കാണാം എല്ലിൽ നിന്ന് കുറച്ച് വിട്ട് മാറി നിൽക്കുന്നുണ്ടാവും അതിൻ്റെ ഫ്ലഷ്. ഓക്കെ, അപ്പോൾ അതുപോലെ തൊട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മട്ടൻ വെന്തിട്ടുണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് കാണണ്ടേ. സെക്കൻഡ് സ്റ്റെപ്പ് ഇതിലേക്ക് ആവശ്യമായ അരി വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഇതിലേക്ക് ഈ ബിരിയാണിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ജീരകശാല അരി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൈമ റൈസ് യൂസ് ചെയ്യാം. ഈ 2 അരിക്കും ഒരു നല്ലൊരു മണവും ഒരു ഫ്ലേവറും ആണ്. അതാണ് ഈ ബിരിയാണിയിലേക്ക് നമുക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 kg കൈമ റൈസാണ്. അപ്പോൾ നമ്മൾ ഈ അരി എടുക്കുമ്പോൾ ഈ kg വെച്ച് നോക്കിയിട്ട് കാര്യമില്ല, ബിക്കോസ് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം അളവുണ്ടല്ലോ, ആ അളവിൽ അരി അളന്നിട്ട് ആ അളവിൽ തന്നെയാണ് നമുക്ക് വെള്ളം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അരി എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിങ്ങളുടെ മെഷറിംഗ് കപ്പോ മെഷറിംഗ് ഗ്ലാസ്സോ ഉണ്ടെങ്കിൽ അതിൽ അളന്നിട്ട് വേണം അരി വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെക്കാൻ. ഒരു 1/2 hour സോക്ക് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പിലോട്ട് പോവാം. ഒരു ബിരിയാണി പോട്ട് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ 300 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായ ശേഷം നമ്മൾ ഇതിലോട്ട് ഇനി ഇടാൻ പോകുന്നത് 3 ഹീപ്ഡ് സ്പൂൺ ഓഫ്, അതായത് നന്നായിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. നന്നായിട്ട് നമ്മൾ ഹീപ്പായിട്ടാണ് എടുക്കേണ്ടത് സ്പൂണ്, അതായത് കുറച്ചല്ല, ആ സ്പൂൺ മുഴുവനായിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഇതിലോട്ടിടാം. നല്ല നെയ്യ് യൂസ് ചെയ്യാൻ നോക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് വേണ്ടത് പച്ചമുളകാണ്. ആദ്യം മുഴുവനായ പച്ചമുളക് ഇട്ട് കൊടുക്കാം. 8 to 10 പച്ചമുളക് മതിയാവും. എരിവിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. പച്ചമുളക് ഇട്ട ഉടനെ നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്.
പച്ചമുളക് നന്നായി മൂത്ത് കാണും. നമുക്ക് ജസ്റ്റ് ഈ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അതിലോട്ട് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് സവോളയാണ്, അതായത് നമ്മുടെ വലിയ ഉള്ളി. ഈ സവോള ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം ടു ലാർജ് സൈസ് ഓണിയൻ ഇല്ലേ, അതുപോലത്തെ 3 എടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ബിക്കോസ് നന്നായിട്ട് ഇതിൽ കിടന്ന് നമുക്ക് ഇത് വഴറ്റിയെടുക്കും നമ്മൾ. അപ്പോൾ ഒരു നോർമൽ സൈസിൽ കട്ട് ചെയ്ത ഓണിയൻ മീഡിയം സൈസ് 3 ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയാണെങ്കിൽ, നല്ല ബിഗ് സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 എടുത്താലും മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ട് വാടിയ ശേഷം മാത്രമേ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടുന്നുള്ളൂ. അപ്പോൾ നല്ല ക്ഷമയോടെ കുറച്ച് നേരം ഇത് വഴറ്റി കൊടുക്കണം. ഓക്കെ, കരിയാതെയും സൂക്ഷിക്കണം. നമ്മുടെ സവോള ഒരു ഹാഫ് ട്രാൻസ്പെറൻറ്റ് സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ കുറച്ച് പുതിന ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ പുതിനയുടെ ഫ്ലേവർ ഈ ഓയിലിലേക്ക് ആദ്യം തന്നെ നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ അതും കൂടി നമുക്കൊരു ബിരിയാണിക്ക് ഫ്ലേവർ കൂട്ടും. നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇടേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ചതച്ചത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്, ഒരുപാട് പേസ്റ്റ് പോലെ ആവരുത്. ജസ്റ്റ് നമ്മൾ മിക്സിയുടെ ഇഞ്ചറിൽ ജസ്റ്റ് 1 ടൈം അല്ലെങ്കിൽ 2 ടൈം ഇഞ്ച് ചെയ്താൽ മതിയാവും. ഓക്കെ, ഈ ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ചെറിയുള്ളിയുടെ നല്ല ഫ്ലേവർ എല്ലാം, അതായത് പച്ചമണം എല്ലാം പോയി നല്ലൊരു മണം വരുമ്പോൾ നമ്മുടെ ചെറിയുള്ളിയുടെ പാകം റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിലോട്ട് വേണ്ടത് നമുക്ക് വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച പോലത്തെ മുഴുവനായ വെളുത്തുള്ളി 4 ഞാനിതിൽ യൂസ് ചെയ്തത്. പക്ഷേ ഇത് കുറച്ച് വലിയ അല്ലിയായ വെളുത്തുള്ളിയാണ്. അതിൻ്റെ ഫ്ലേവർ കുറച്ച് മൈൽഡാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ വെളുത്തുള്ളി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ 3 എടുത്താലും മതിയാവും. അപ്പോൾ ഈ വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ട് സ്പൂണിൽ അളന്നപ്പം എനിക്ക് കിട്ടിയത് 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, നല്ല ഹീപ്ഡായ 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രോങ് ഫ്ലേവറുള്ള വെളുത്തുള്ളി ആണെങ്കിൽ അതിന് അനുസരിച്ച് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടാലും മതിയാവും. ഓക്കെ, അപ്പോൾ ഈ വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റി കൊടുക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ പച്ചമണം പോകുള്ളൂ. നമുക്ക് ഈ ബിരിയാണിയുടെ മെയിൻ ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴറ്റലാണ്. നമ്മൾ കുറച്ച് ക്ഷമയോടെ നന്നായി എല്ലാം വഴറ്റിക്കൊണ്ടിരിക്കണം. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് വെളുത്തുള്ളി നമ്മൾ 4 ഇട്ടത്, ഇഞ്ചി നമുക്ക് 3 ടേബിൾ സ്പൂൺ മതി. പക്ഷേ ഹീപ്ഡ് സ്പൂണ് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതിലോട്ട് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും ഒരുപാട് പേസ്റ്റ് ആവണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ച് എടുത്ത ഇഞ്ചിയാണ് നല്ലത്. അപ്പം നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു മണം നമുക്കിപ്പോൾ ഈ ടൈമിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ടൈമിൽ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ ബിഗ് സൈസ് നല്ല വലുപ്പമുള്ള തക്കാളി 3 ചെറിയ തക്കാളി ആണെങ്കിൽ നിങ്ങൾക്ക് 4 തക്കാളി യൂസ് ചെയ്യാം. ഇതിനോടൊപ്പം നമ്മൾ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാടില്ല, കുറച്ച്. പക്ഷേ നമ്മൾ ഈ ഓരോ സ്റ്റേജസിൽ ഈ പുതിന ഇടുമ്പോൾ പുതിനയും മല്ലിയുടെ ഫ്ലേവർ ഇതിലോട്ട് ചേരും. ഓക്കെ, ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് ഫുൾ ടൈം ഇത് ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടച്ചു വെച്ച് തക്കാളി സോഫ്റ്റ് ആയ ശേഷം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയ ശേഷം പിന്നെ വഴറ്റി കൊടുത്താൽ മതി. നന്നായി എണ്ണ തെളിയുന്നത് വരെ തക്കാളി വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായി വഴറ്റി ആ എണ്ണ തെളിഞ്ഞ് വന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ക്യാമറാമാൻ പെട്ടെന്ന് തൊട്ടടുത്ത് ചിക്കൻ ആവുന്നത് ഒന്ന് നോക്കി, ബിക്കോസ് ഈ ചോറ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ, ഇത് വിളമ്പുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ കൂടി വെച്ച് കൊടുക്കും. അപ്പോൾ അത് കാണിച്ചതാണ്, സോറി. ഓക്കെ, അപ്പോൾ തക്കാളി നല്ലോണം വെന്ത് അതിൻ്റെ എണ്ണ പാകമെല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോഴാണ് നമ്മൾ മസാലാസ് ഇട്ട് കൊടുക്കുക. മസാലാസ് ഒരുപാടൊന്നുമില്ല, ആകെ 2 മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, മുളക് പൊടിയും ഗരം മസാലയും. മുളക് പൊടി നമ്മൾ 2 ടീസ്പൂണാണ് ഇടാൻ പോകുന്നത്, ബിക്കോസ് നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ആ വെള്ളം നമ്മൾ ഇനി ഇതിലേക്ക് യൂസ് ചെയ്യും, അതനുസരിച്ചിട്ടാണ് ഇത് കുറച്ചത്. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ 2 ടീസ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാലും അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഇട്ടാലും മതിയാവും. ഇനി വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഇടുമ്പോൾ സൂക്ഷിക്കണം. ഇവിടെ ഈ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന ഗരം മസാലയിൽ നമ്മൾ ഓൺലി പട്ട, ഗ്രാമ്പു, ഏലക്ക ഈ 3 സ്പൈസസ് മാത്രമുള്ള ഗരം മസാലയാണ്. അപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നമ്മൾ നേരത്തെ മട്ടൻ ഇട്ടതും സെയിം ഗരം മസാലയാണ്. ആദ്യം നമ്മൾ 1/4 ടീസ്പൂൺ ഇട്ടു, ഇപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഓക്കെ, ഈ ഗരം മസാലയുടെ സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പട്ട, ഗ്രാമ്പു, ഏലക്കാണ്.
നമ്മൾ പട്ടയുടെ അളവ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് അളവ് എടുത്താൽ മതിയാവും ഗ്രാമ്പൂവും ഏലക്കയും, എന്നിട്ടാണ് ഇത് പൊടിച്ച് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യില്ല. ഈ 3 സ്പൈസസിൻ്റെ മസാല മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് വേറെ സ്പൈസസ് ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോവും. ഓക്കെ, ഈ ഗരം മസാലയും മുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഇതിലോട്ട് തൈര് ഇട്ട് കൊടുക്കണം. ഇവിടെ കിട്ടുന്നത് നല്ല കട്ടി തൈരാണ്, അതുകൊണ്ട് പുളി കുറവായിരിക്കും ഇതിന്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വലിയ ഹീപ്ഡ് സ്പൂൺ തൈര് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ വേവിച്ച മട്ടൻ ഇട്ട് കൊടുക്കുന്നത്. മട്ടൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി, വെള്ളത്തോടെ ഇപ്പോൾ ഇടരുത്. കാരണം നമ്മൾ വെള്ളം അളന്ന് വേണം ഒഴിക്കാൻ. നമുക്ക് അരിയുടെ പാകത്തിനനുസരിച്ചാണല്ലോ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം അളന്ന് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മട്ടൻ ഇട്ടിട്ടുണ്ട്. മട്ടൻ്റെ വേവിച്ച വെള്ളം നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ കൂടെയാണ് നമ്മൾ എക്സ്ട്രാ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അരിയിട്ട് വേവിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി മട്ടൻ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഇതിലോട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഈ തക്കാളിയുടെയും തൈരിൻ്റെയും ഒക്കെ പുളി ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ലെമൺ ജ്യൂസ് ഒഴിക്കാൻ. ഞാൻ ഒരു ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തൈരിന് കുറച്ച് പുളി കുറവാണ്. ഓക്കെ, അപ്പോൾ ഒരു ലെമണിൻ്റെ ജ്യൂസ് ഇതിലിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മട്ടൻ വേവിച്ച വെള്ളവും പ്ലസ് നമ്മൾക്ക് വേറെ വെള്ളവും കൂടി, ചുടുവെള്ളവും കൂടി ചേർത്ത് അരിക്ക് വേണ്ട വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1 1.5 ആണ് കണക്ക്. ഇപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിയാണ് നമ്മൾ അളന്നതെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 1.5 എന്ന് പറഞ്ഞിട്ട് ഒഴിച്ചിട്ട് കുറേ എക്സ്ട്രാ ഒരു 1/2 ഗ്ലാസ് കൂടി ചുടുവെള്ളം നമ്മൾ കരുതി വെക്കണം. ബിക്കോസ് ഓരോരുത്തരുടെ അരി ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിൽ വെള്ളം ചൂടാക്കി എപ്പോഴും അടുത്ത് തന്നെ വെക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിനി അരി ഇടാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ വെള്ളം നമ്മൾ ചൂടായ വെള്ളം ഒഴിച്ചാലും നന്നായി തിളച്ച ശേഷം വേണം അരി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉപ്പ് ഒന്നുകൂടി നോക്കണം. വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് എപ്പോഴും കുറച്ച് മുന്നോട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അരി ഇട്ട് വേവിക്കുമ്പോൾ ആ അരിക്കും ആ ഉപ്പ് പാകമാവുകയുള്ളൂ. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് നന്നായി വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തിളച്ച ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി നന്നായിട്ട് വെള്ളം കളഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം 2 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഈ തിളയ്ക്കാൻ വെച്ച ഫ്ലെയിം ഉണ്ടല്ലോ, ആ ഫ്ലെയിമിൽ തന്നെ 2 മിനിറ്റ്സ് ഒന്ന് അടച്ച് വെച്ചിട്ട് ആദ്യം അരി വേവിക്കണം. അതിനുശേഷം തുറന്ന് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം വെരി ലോ ഫ്ലെയിമിൽ അരി വെള്ളം വാർന്ന് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം വാരണ്ട, നമുക്ക് ദമ്മിടാനുള്ള വെള്ളം കൂടി അതിലേക്ക് വെക്കണം. ഓക്കെ, അപ്പോൾ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഒരു 85% വെന്തിട്ടുണ്ട് റൈസ്. അപ്പോൾ നമുക്കിനി ദമ്മിടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വേണം ദമ്മ് ഇടാൻ വെക്കാൻ. ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, താഴേന്ന് നന്നായിട്ട് അടിയിൽ നിന്ന് വേണം ഇളക്കാൻ. നമ്മൾ ഈ അരിയുടെ നടുവിൽ ഇട്ട് കുത്തി ഇളക്കരുത്. അരി കുഴഞ്ഞ രൂപത്തിലാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇളക്കുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ഇളക്കണം. ഇനി നമുക്ക് ദമ്മിടാൻ വെക്കാം. ദമ്മിടാനായിട്ട് നമുക്ക് ട്രഡീഷണൽ മെത്തേഡൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു പഴയ ദോശക്കല്ല് ചൂടാക്കി അതിൻ്റെ മുകളിലേക്ക് ഈ ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കലാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദം മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ദം ഇടുമ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുത്ത ശേഷം അലുമിനിയം ഫോയിൽ മുകളിൽ വെച്ച ശേഷം ടൈറ്റായിട്ട് നമ്മൾ അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യും. വേറെ കുറേ പേര് നമുക്ക് ഈ മൈദമാവ് സൈഡ്സിൽ ഒട്ടിക്കാറുണ്ട്. അതന്നെ ദമ്മിൻ്റെ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ, ഇഷ്ടമുള്ള രീതി. അപ്പോൾ ഈ മല്ലിയിലയും പുതിനയുടെ ഒപ്പം ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഈ ടൈമിൽ ഒഴിച്ച് കൊടുത്ത ശേഷമാണ് ദമ്മിടാൻ പോകുന്നത്. നമുക്ക് ദമ്മിൽ വെരി ലോ ഫ്ലെയിമിലാണ് ദം വെക്കേണ്ടത്. ഒരു 15 മിനിറ്റ്സ് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് കൂടി കഴിഞ്ഞ ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ബിരിയാണി എല്ലാം റെഡിയായി സെർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിരിയാണി ഈ ഒരു ഗ്രേവിയും പിന്നെ റൈത്തയും കൂടി ചേർന്നിട്ടാണ് കഴിക്കാറ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, നല്ലൊരു ടേസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും.
അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഈ മട്ടൻ്റെ ഗ്രേവിയുടെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുവരെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.